ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുരഭി കിച്ചൺ. ഇന്ന് നമുക്ക് നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള ചില്ലി ചപ്പാത്തി തയ്യാറാക്കുന്നത് കാണാം. ഈ ചില്ലി ചപ്പാത്തി കഴിക്കുവാൻ വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ ഉണ്ടാക്കുവാൻ വളരെ എളുപ്പവുമാണ്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഉണ്ടാക്കുന്നതിന്. പിന്നെ മിക്കപ്പോഴും നമ്മൾ ചപ്പാത്തിയും കറിയൊക്കെ വീട്ടിൽ തയ്യാറാക്കുന്നതല്ലേ. അപ്പോൾ ബാക്കി വരുന്ന ചപ്പാത്തി കൊണ്ട് നമ്മൾക്കിതുപോലെ തയ്യാറാക്കാം. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി ഐറ്റംസൊക്കെ കാണുമ്പോൾ കുട്ടികൾക്കും വളരെ ഇഷ്ടമായിരിക്കും കഴിക്കുവാൻ. അപ്പോൾ നമുക്ക് ചില്ലി ചപ്പാത്തി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ചില്ലി ചപ്പാത്തി തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു 8 ചപ്പാത്തി എടുത്ത് വെച്ചിരിക്കുകയാണ്. എൻ്റെ ഒരു ചെറിയൊരു സൈസ് ചപ്പാത്തിയാണ്. അപ്പോൾ ഇത് ചെറിയ നേരിയ പീസസായി നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. ഇതിപ്പോൾ ഇന്ന് രാവിലെ ഉണ്ടാക്കിയ ചപ്പാത്തി ബാക്കി വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് രാത്രിത്തേക്ക് ഒരു എളുപ്പപ്പണിയായിട്ട് വേഗം ചില്ലി ചപ്പാത്തി തയ്യാറാക്കാമെന്ന്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് വെസലാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾക്ക് 2 മീഡിയം സൈസ് ഉള്ളി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല പൊടി പോലെ അരിയണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അരിഞ്ഞെടുക്കാം. ഞാനിവിടെ കുറച്ചൊരു സൈസിലാണ് അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് കുറച്ച് സമയം നമ്മൾക്കൊന്ന് ഈ ഉള്ളി വഴറ്റി കൊടുക്കാം. ഉള്ളി കുറച്ച് സമയം വഴറ്റിയതിന് ശേഷം ഇഞ്ചി വെള്ളുള്ളിയുടെ പേസ്റ്റ് കൂടി ചേർത്തിട്ട് നമുക്ക് കുറച്ച് സമയം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു പച്ചച്ചുവ ഒന്ന് മാറുന്നത് വരെ നമ്മൾക്ക് വഴറ്റിയാൽ മതി. ഉള്ളിയൊന്നും കൂടുതലായിട്ട് അടിഞ്ഞു പോകുന്നവരെ നമുക്ക് വഴറ്റണമെന്നൊന്നുമില്ല. ഇനിയിപ്പോൾ കുറച്ച് സമയം വഴറ്റിയതിന് ശേഷം ഞാനിവിടെ ആഡ് ചെയ്യാൻ പോകുന്നത് പച്ചമുളകാണ്. അപ്പോൾ ഒരു 4 പച്ചമുളകുകളും ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ചിട്ട് വേണം നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടത്. കുട്ടികൾക്ക് കഴിക്കാനാണെങ്കിൽ കൂടുതലായിട്ട് എരിവ് ചേർക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഞാനിവിടെ കറിവേപ്പിലാണ് ആഡ് ചെയ്തത്. ഇനി അടുത്തതായി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇവിടെ നല്ല പഴുത്ത ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ചേർത്തതിന് ശേഷം നമുക്ക് കുറച്ച് സമയം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾക്കിത് വഴറ്റിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ഓരോ പൊടികളായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായി ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. അടുത്തതായി ആഡ് ചെയ്യാൻ പോകുന്നത് 1 ടീസ്പൂൺ മുളക് പൊടിയാണ്. അപ്പോൾ നിങ്ങൾ എരിവിനാവശ്യമായ മുളക് പൊടി ഉപയോഗിക്കുക. ഇവിടെ ഞാൻ ഓൾറെഡി പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിരിക്കുകയാണ്. ഇനി ഞാൻ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എരിവിന് ആവശ്യമായ മുളക് പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ നിങ്ങൾ നോക്കിയിട്ടെടുക്കുക. ഇനി ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർക്കുകയാണ്. ഗരം മസാലയുടെ ടേസ്റ്റ് കൂടുതലായിട്ട് ഇഷ്ടമുള്ളവർക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉപയോഗിക്കാം. ഇനി നമ്മൾക്കിതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ഇവിടെ നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. കുറച്ച് നേരിയ പീസസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ചേർത്തതിന് ശേഷം കുറച്ച് സമയം നമ്മൾക്ക് വഴറ്റി കൊടുക്കാം. ഈ ക്യാരറ്റൊന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആവുന്നവരെ നമ്മൾക്ക് വഴറ്റി കൊടുക്കാം. കൂടുതലായിട്ട് വെന്ത് അടിഞ്ഞു പോകാത്തൊന്ന് ശ്രദ്ധിച്ചെടുത്താൽ മതി. ക്യാരറ്റ് ചേർത്ത് കുറച്ച് സമയം വഴറ്റിയതിന് ശേഷം അടുത്തതായി ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ക്യാപ്സിക്കമാണ്. അപ്പോൾ ഇവിടെ ക്യാപ്സിക്കം ഞാൻ നേരിയ പീസസായി നീളത്തിൽ തന്നെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കൂടുതലായിട്ട് ചേർക്കാം, അല്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാം. അപ്പോൾ ഇത് ചേർത്തതിന് ശേഷം നമുക്ക് വളരെ കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി നമ്മൾക്ക് അടുത്തതായി ഇതിലേക്ക് സോസസാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഞാനിവിടെ സോയാ സോസ് ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ സോയാ സോസാണ് ചേർക്കുന്നത്. ഇനി അടുത്തത് ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈ ചില്ലി ചപ്പാത്തിക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസൊക്കെ നമ്മൾ ചേർത്ത് കഴിഞ്ഞു. അതായത് പൊടികളും സോസസും ഒക്കെ ചേർത്ത് കഴിഞ്ഞു. ഇനി ഇവയൊക്കെ നന്നായിട്ടൊന്ന് കുറച്ച് സമയം വഴറ്റിയതിന് ശേഷം ഇനി നമ്മൾക്കിതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചപ്പാത്തി പീസസ് ഒന്ന് ആഡ് ചെയ്യാം. അപ്പോൾ നേരിയ പീസസ് ആയിട്ടാണ് ഞാൻ നേരത്തെ കട്ട് ചെയ്തിരിക്കുന്നത് പറഞ്ഞു. അത് മുഴുവനായിട്ട് ഞാനിത് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ നമ്മളുടെ ചില്ലി ചപ്പാത്തി ഇവിടെ റെഡി. അപ്പോൾ ഈ ചില്ലി ചപ്പാത്തി കുറച്ച് സ്പൈസിയാണ്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും സ്പൈസി ആയിട്ട് കഴിക്കാനാണ് താല്പര്യം. അതുകൊണ്ട് ഇത് കുറച്ച് നല്ല സ്പൈസിയാണ്. അപ്പോൾ ഇനി വേറെ കറിയൊന്നും വേണ്ട, ഇവ മാത്രം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ചില്ലി ചപ്പാത്തിയൊക്കെ തയ്യാറാക്കുമ്പോൾ നിങ്ങളുടേതായ ടേസ്റ്റിൽ എരിവൊക്കെ കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, കൂട്ടണമെങ്കിൽ കൂട്ടാം. അപ്പോൾ എന്തായാലും നമ്മളുടെ ടേസ്റ്റ് ആയിരിക്കണമെന്നില്ല നിങ്ങളുടേത്. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കുമ്പോൾ നിങ്ങളുടേതായ സ്റ്റൈലിൽ നിങ്ങളുടെ ടേസ്റ്റിൽ നിങ്ങൾക്ക് തയ്യാറാക്കാൻ കഴിയും. ഇത് ജസ്റ്റ് നമ്മൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർത്തിട്ടാണ് ഇതൊക്കെ ആക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരുന്നതേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ.
പിന്നെ വേണമെങ്കിൽ മുട്ടയൊക്കെ ചേർത്ത് കൊടുക്കാം. അതുപോലെ ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ ചിക്കൻ ബ്രസ്റ്റ് ചെറിയ പീസസ് ആക്കി നല്ല ഫ്രൈ ചെയ്ത് ഇതിൽ ആഡ് ചെയ്താൽ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത് മല്ലിച്ചപ്പാണ്. അപ്പോൾ മല്ലിച്ചപ്പ് കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾക്കിവിടെ ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് നല്ല ചൂടോടുകൂടി കഴിക്കാവുന്നതാണ്. ഇത് ചൂടോടുകൂടി കഴിക്കുന്നതാണ് നല്ലത്. ഇനിയിപ്പോൾ ഇതിന് പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമൊന്നുമില്ല. വേണമെങ്കിൽ ആവശ്യമുള്ളവർക്ക് ടൊമാറ്റോ കെച്ചപ്പ് ഒന്ന് ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ കമൻറ്റ്സ് വഴി അറിയിക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. താങ്ക്